ഇന്ത്യസ് അക്കാഡമിയുടെ അടുത്ത എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടർ ആയിരുന്നു പഠിച്ചത്. പിന്നീട് ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ ഇമ്പാക്ട്സ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇമ്പാക്ട്സ് ഒരു 5 എണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പം നെക്സ്റ്റ് പോയിന്റ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ എന്തുവായിരുന്നു? ആദ്യം ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ കുടിൽ വ്യവസായങ്ങളെയൊക്കെ തകർത്തുകൊണ്ട് ബ്രിട്ടീഷുകാർ അവരുടെ നയങ്ങൾ കൊണ്ടുവന്നതായിരുന്നു. പിന്നെ ഇന്ത്യ ഒരു മാർക്കറ്റാക്കി അവർ മാറ്റി. പിന്നെ ഇൻഡസ്ട്രിയിലെ ഗ്രോത്ത് റേറ്റ് വളരെയധികം കുറഞ്ഞു. പിന്നെ 19th സെഞ്ച്വറിയിൽ മോഡേൺ ഇൻഡസ്ട്രീസൊക്കെ വന്നു. ചണ വ്യവസായം, പരുത്തി വ്യവസായം തുടങ്ങിയവയൊക്കെ പതിയെ വികാസം പ്രാപിക്കാൻ തുടങ്ങി. ബീഹാറിലും ബോംബെ പ്രസിഡൻസിയിലൊക്കെ ചണ വ്യവസായവും പരുത്തി വ്യവസായവും ഒക്കെ പുരോഗതി പ്രാപിക്കാൻ തുടങ്ങി. ഇത്രയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് പോയിന്റ് 5 പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. 6th പോയിന്റ് തൊട്ടാണ് ഇന്ന് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 6ാമത്തെ പോയിന്റ്, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഡെവലപ്ഡ് ഇൻ ദ ബിഗിനിങ് ഓഫ് 20th സെഞ്ച്വറി. 20ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലെ ബിഗിനിങ്ങിൽ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് പയ്യെ പുരോഗതി പ്രാപിച്ചു. 20ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടു കൂടി ഇന്ത്യയിൽ ഉരുക്ക് വ്യവസായം, സ്റ്റീലിന്റെ ഉരുക്കിന്റെയൊക്കെ വ്യവസായം പതിയെ വികാസം പ്രാപിച്ച് വരാനായിട്ട് തുടങ്ങി. നെക്സ്റ്റ് പോയിന്റ്, ദ ഡോൺ ഓഫ് ഇന്ത്യാസ് ഇൻഡസ്ട്രിയലൈസേഷൻ. ജംഷഡ്ജി ടാറ്റ സെറ്റ് അപ്പ് ഇന്ത്യാസ് Tata Iron and Steel Company established in 1907 in Jamshedpur. ടിസ്കോ എന്നാണ് ഈ കമ്പനീനെ അറിയപ്പെടുന്നത്. ജംഷഡ്ജി ടാറ്റ, ഇൻഡസ്ട്രിയലൈസേഷന്റെ ഒരു മുതിർന്ന അംഗമായ ജംഷഡ്ജി ടാറ്റ 1907 അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ജംഷഡ്പൂർ, ബീഹാറിലെ ജംഷഡ്പൂരിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. ജംഷഡ്ജി ടാറ്റ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയലൈസേഷന്റെ ഒരു മുതിർന്ന അംഗം ബീഹാറിലെ ജംഷഡ്പൂരിൽ 1907 ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിനെ നമ്മൾ ടിസ്കോ എന്നാണ് അറിയപ്പെടുന്നത്. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, ജംഷഡ്ജി ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എവിടെയാണ്? ബീഹാറിലെ ജംഷഡ്പൂരിലാണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഒന്നുകൂടെ പറയാൻ പോയിന്റ്, ദ ഡോൺ ഓഫ് ഇന്ത്യാസ് ഇൻഡസ്ട്രിയലൈസേഷൻ. ജംഷഡ്ജി ടാറ്റ സെറ്റ് അപ്പ് Tata Iron and Steel Company (TISCO) in 1907 in Jamshedpur. ബീഹാറിലെ ജംഷഡ്പൂരിൽ 1907 ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ എന്ന് പറയുന്ന കമ്പനി ജംഷഡ്ജി ടാറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അദ്ദേഹം ഇൻഡസ്ട്രിയലൈസേഷൻ ഒരു തലമുതിർന്ന ഒരു അംഗമായിരുന്നു. ടിസ്കോ എന്നാണ് ആ കമ്പനി അറിയപ്പെടുന്നത്, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. നെക്സ്റ്റ്, പോസ്റ്റ് Second World War witnessed growth of industries like cement, sugar, paper, etc. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഷുഗറിന്റെയും പേപ്പറിന്റെയും സിമെന്റിന്റെയും ഒക്കെ വ്യവസായങ്ങൾ ഡെവലപ്ഡ്. അതിന്റെ വളർച്ചയാണ് നമ്മൾ പിന്നീട് കാണാൻ തുടങ്ങിയത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം. പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാർ പീരിയഡ് വിറ്റ്നസ് ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രീസ് ലൈക്ക് സിമെന്റ്, പേപ്പർ, ഷുഗർ എക്സെട്ര. പഞ്ചസാരയുടെയും പേപ്പറിന്റെയും സിമെന്റിന്റെയൊക്കെ വ്യവസായങ്ങൾ വളർച്ചയാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം നമുക്ക് കാണാനായിട്ട് സാധിച്ചത് ഷുഗറിന്റെയും പേപ്പറിന്റെയും സിമെന്റിന്റെയും ഒക്കെ വ്യവസായങ്ങളുടെ വളർച്ചയാണ് കാണാൻ സാധിച്ചത്. എന്താണ് ആ പോയിന്റ്? പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാർ പീരിയഡ് വിറ്റ്നസ് ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രി ലൈക്ക് ഷുഗർ, പേപ്പർ, സിമെന്റ് എക്സെട്ര. ഷുഗറിന്റെയും പഞ്ചസാരയുടെ, പേപ്പറിന്റെ, പിന്നെ സിമെന്റിന്റെ ഈ വ്യവസായങ്ങളുടെയൊക്കെ വളർച്ചയാണ് നമുക്ക് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം കാണാനായിട്ട് സാധിച്ചത്. നെക്സ്റ്റ്, ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് ഡസ് നോട്ട് ഡെവലപ്ഡ്. ക്യാപിറ്റൽ ഗുഡ്സിന്റെ, മൂലധന വസ്തുക്കളുടെ ഇൻഡസ്ട്രി വ്യവസായങ്ങളൊന്നും തന്നെ ഡെവലപ്ഡ് ആയില്ല ഈ കൊളോണിയൽ റൂളിന്റെ, ബ്രിട്ടീഷുകാരുടെ. ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് പീരിയഡ് ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ് നോട്ട് ഡെവലപ്ഡ്. ഈ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസ് ഇംപ്ലിമെന്റ്സ് tools, machineries is crucial for industrialization. ഇൻഡസ്ട്രിയലൈസേഷന്റെ ടൈമിൽ വ്യാവസായികവൽക്കരണത്തിന്റെ, ഇൻഡസ്ട്രിയലൈസേഷൻ മീൻസ് വ്യാവസായികവൽക്കരണം. ഈ വ്യാവസായികവൽക്കരണത്തിന്റെ ടൈമിൽ മെഷീനറിയും ടൂൾസിന്റെയും ഇംപ്ലിമെന്റ്സിന്റെയും ഒക്കെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സാഹചര്യം അനുഭവപ്പെട്ടു. കാരണം എന്താണ്? അവിടെ ക്യാപിറ്റൽ ഗുഡ്സിന്റെ ഡെവലപ്മെന്റ്, അതിന്റെ വ്യവസായത്തിന് ഡെവലപ്മെന്റ്സ് ഒന്നും തന്നെ ഉണ്ടായില്ല. എന്താണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്നറിയാമോ? നമ്മൾ മറ്റ്
ഗുഡ്സുകൾ ഉൽപ്പാദിപ്പിക്കാൻ, മാനുഫാക്ചറിങ് ഗുഡ്സിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻസ്, ടൂൾസ്, ഇതിനെയൊക്കെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ മെഷീൻസും ടൂൾസും ഒക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ, അതിൻ്റെയൊക്കെ പ്രൊഡക്ഷനും ഇംപ്ലിമെൻസിൻ്റെയൊക്കെ ഇത് നടന്നില്ലെങ്കിൽ, ബിൽഡിങ്സ്, മെഷീനറി, ഇതൊക്കെയാണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ മൂലധന വസ്തുക്കൾ ഇല്ലെങ്കിൽ നമുക്ക് മാനുഫാക്ചറിങ് ഗുഡ്സിനൊക്കെ പറ്റുകയില്ല, ബാക്കിയുള്ള ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അപ്പം അതിൻ്റെയൊക്കെ ഇംപ്ലിമെൻസിൻ്റെയൊക്കെ കുറവുണ്ടായത്, അതിൻ്റെ വ്യവസായം ഒന്നും നടക്കാത്തത് കൊണ്ട് ആ ഇംപ്ലിമെൻസിൻ്റെയും മെഷീനറീസിൻ്റെയൊക്കെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ വന്നപ്പോൾ എന്താണ്, ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യാവസായികവൽക്കരണത്തിനെ ഇത് ബാധിച്ചു. ഇനി എന്താണ് വ്യാവസായികവൽക്കരണം, എന്താണ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് അറിയണ്ടേ? ടു കൺവേർട്ട് ആൻ അഗ്രേറിയൻ ഇക്കണോമി, അഗ്രേറിയൻ സൊസൈറ്റി ടു എന്താണ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. ഒരു അഗ്രേറിയനെ, കാർഷിക മേഖലയിലൊക്കെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സൊസൈറ്റിയെ, ഒരു സമൂഹത്തെ നമ്മൾ എന്താണ് കൺവേർട്ട് ചെയ്ത് ഒരു ഇൻഡസ്ട്രിയൽ, വ്യാവസായികപരമായ ഒരു സമൂഹത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യാവസായിക വൽക്കരണം എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് ഫ്രം അഗ്രേറിയൻ ഇക്കണോമി, അഗ്രേറിയൻ സൊസൈറ്റി ടു ദ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. അതാണ് ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യാവസായികവൽക്കരണം. അപ്പം ആ വ്യാവസായികവൽക്കരണത്തിൻ്റെ സമയത്ത് ഈ ഇംപ്ലിമെൻസിൻ്റെയും ടൂൾസിൻ്റെയും മെഷീനറീസിൻ്റെ ഉപകരണങ്ങളുടെയൊക്കെ ഒരു ഷോർട്ടേജ് അനുഭവപ്പെട്ടു. കാരണം എന്താണ്, അവിടെ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ ഇൻഡസ്ട്രി, വ്യവസായത്തെ, മൂലധന വസ്തുക്കളുടെ വ്യവസായങ്ങൾ ഒന്നും തന്നെ ഈ ബ്രിട്ടീഷുകാരുടെ ആ ടൈമിൽ, ആ പീരീഡിൽ, ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരീഡ് ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രി ഡിഡ് നോട്ട് ഡെവലപ്ഡ്. എന്താണ്, ആ ബ്രിട്ടീഷുകാരുടെ ആ ഭരണ സമയത്ത് ക്യാപിറ്റൽ, മൂലധന വസ്തുക്കളുടെ ഉൽപാദനവും വ്യവസായവും ഒന്നും തന്നെ അവിടെ നടന്നില്ല. അതുകൊണ്ടാണ് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ടൈമിൽ, വ്യാവസായികവൽക്കരണത്തിൻ്റെ ആ ഒരു ടൈമിൽ അവിടെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അനുഭവപ്പെട്ടത്. കോൺട്രിബ്യൂഷൻ ടു GDP റിമൈൻസ് ലോ. ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരീഡ് GDPയിലേക്കുള്ള, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്ട്സിലേക്കുള്ള ഇൻഡസ്ട്രീസിൻ്റെ സംഭാവന എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ വളരെയധികം കുറവായിരുന്നു. ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരീഡ് കോൺട്രിബ്യൂഷൻ ടു GDP റിമൈൻസ് ലോ. എന്താണ് അവിടെ എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൊക്കെ നമ്മുടെ ഡെവലപ്ഡ് ആവാൻ ബ്രിട്ടീഷുകാർ സമ്മതിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ആ കോൺട്രിബ്യൂഷൻ എന്താണ്, വളരെ കുറവായിരുന്നു GDPയിലേക്കുള്ള. GDP എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, മൊത്ത ആഭ്യന്തര ഉൽപാദനം. അതെന്താണ്, അത് വളരെ കുറവായിരുന്നു. പിന്നീട് എന്താണ്, 1951 ഇന്ത്യ ഇക്കണോമിക് പ്ലാനിംഗ് ആരംഭിച്ചു. സാമ്പത്തിക ആസൂത്രണം 1951, 1951 ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം ആരംഭിച്ചു. ഇക്കണോമിക് പ്ലാനിംഗ് സ്റ്റാർട്ടഡ്. അത് ആ ടൈമിൽ ഈ ഇക്കണോമിക് പ്ലാനിങ് ആസൂത്രണം, ഇക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ആ ടൈമിൽ 1951 ഇൻഡസ്ട്രീസിൻ്റെ, വ്യവസായങ്ങളുടെ സംഭാവന എന്ന് പറയുന്നത്, GDPയിലേക്കുള്ള സംഭാവന എന്ന് പറയുന്നത് വെറും 13% മാത്രമായിരുന്നു. ഇന്ത്യ ഇക്കണോമിക് പ്ലാനിങ് തുടങ്ങിയ ടൈമിൽ, അതായത് ആസൂത്രണം, സാമ്പത്തിക ആസൂത്രണം തുടങ്ങിയ ടൈമിൽ 1951, 1951 ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം തുടങ്ങിയ ടൈമിൽ, അത് ആരംഭിച്ച ടൈമിൽ എന്താണ്, ഈ GDPയിലേക്കുള്ള, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്ട്സിലേക്കുള്ള ഇന്ത്യയുടെ ഈ വ്യവസായങ്ങളുടെയൊക്കെ, ഇൻഡസ്ട്രീസിൻ്റെയൊക്കെ സംഭാവന എന്ന് പറയുന്നത് വെറും 13% മാത്രമായിരുന്നു. എന്താണ് കാരണം, ബ്രിട്ടീഷുകാർ നമ്മുടെ ഇൻഡസ്ട്രീസിനെ പാടെ ഇല്ലാതെയാക്കി. അവരുടെ സ്വാധീനമായിരുന്നു എല്ലാത്തിലും. അപ്പം നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ഇതോടുകൂടി നമ്മുടെ വ്യവസായങ്ങളുടെ ഗ്രോത്തും കുറഞ്ഞില്ല. അപ്പം സംഭാവന വളരെ കുറവായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമ്പാക്ട്സ് ഓൺ ഇൻഡസ്ട്രിയൽ സെക്ടർ ആയിരുന്നു ഇപ്പോൾ പഠിച്ചത്. അപ്പം ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ കുറേ പോയിന്റ്സ് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തായിരുന്നു. അപ്പം ആദ്യത്തേന്ന് പറയുന്നത് എന്തായിരുന്നു, ഇന്ത്യ ഫ്ലറിഷിംഗ് കോട്ടേജ് ഇൻഡസ്ട്രീസ് ഒക്കെ ഇല്ലാതെയാക്കി. ആയിരക്കണക്കിന് ജനങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെട്ടു, അവിടെ തൊഴിലില്ലായ്മ രൂക്ഷമായി. പിന്നെന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യ അവരൊരു മാർക്കറ്റാക്കി മാറ്റി. അവരുടെ ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു മാർക്കറ്റാക്കി ഇന്ത്യയെ മാറ്റിയിരുന്നു. പിന്നെന്തായിരുന്നു, ലോ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് റേറ്റ്, വ്യാവസായിക വളർച്ചാ നിരക്ക് വളരെ കുറവായിരുന്നു. പിന്നെ 19ാം ബൈ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ 19th century മോഡേൺ ഇൻഡസ്ട്രീസ് ബിഗൺ ടു ഡെവലപ്പ്. 19ാം നൂറ്റാണ്ടിൻ്റെ എന്താണ് പകുതി, ഉത്തരാർദ്ധത്തോടു കൂടി എന്താണ്, മോഡേൺ ഇൻഡസ്ട്രീസ് ഒക്കെ വരാൻ തുടങ്ങി. അതായത് പരുത്തിയുടെയും അതേപോലെ ചണ വ്യവസായങ്ങൾ, ഇതൊക്കെ വരാനായിട്ട് തുടങ്ങി.
കോട്ടൺ ജൂട്ട് ഇൻഡസ്ട്രീസ് ഒക്കെ. ഇതൊക്കെ ബോംബെ പ്രസിഡൻസിയിലും ബംഗാൾ പ്രസിഡൻസിയിലും ഒക്കെ ആയിരുന്നു ആദ്യമായിട്ട് ആരംഭിച്ചത്. ഇതൊക്കെ വന്നതോടുകൂടി പയ്യെ ഇൻഡസ്ട്രീസ് ഒക്കെ ഡെവലപ്ഡ് ആവാൻ തുടങ്ങി. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഡെവലപ്ഡ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ 20th സെഞ്ച്വറി. 20ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടു കൂടി അയൺ ആൻഡ് സ്റ്റീൽ വ്യവസായങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഉരുക്ക് വ്യവസായവും സ്റ്റീൽ വ്യവസായവും ഒക്കെ പയ്യെ തുടങ്ങാനായിട്ട് തുടങ്ങി. പിന്നെ എന്താണ്? ജംഷഡ്ജി ടാറ്റ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഒരു മുതിർന്ന അംഗമായ ജംഷഡ്ജി ടാറ്റ എന്ന് പറയുന്ന വ്യക്തി എന്താണ്? ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി 1907 എസ്റ്റാബ്ലിഷ് ചെയ്തു. അവിടെ ബീഹാറിലായിരുന്നു, ജംഷഡ്പൂരിൽ ബീഹാറിലായിരുന്നു ആരാണ് ഈ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന് പറയുന്ന എസ്റ്റാബ്ലിഷ് ചെയ്തത്? ജംഷഡ്ജി ടാറ്റ ആയിരുന്നു. 1907 അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഈ കമ്പനിയെ ടിസ്കോ എന്നും അറിയപ്പെടുന്നു, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. പിന്നെന്ന് വെച്ചാൽ എന്താണ്? സെക്കൻഡ് വേൾഡ് വാറിന്റെ അവസാനിച്ചതോടുകൂടി പിന്നീട് എന്താണ്? ഷുഗർ, പേപ്പർ, സിമെന്റ് തുടങ്ങിയവയുടെയൊക്കെ വ്യവസായങ്ങളുടെ വളർച്ചയാണ് പിന്നീട് കാണാനായിട്ട് കഴിഞ്ഞത്. പിന്നെ ക്യാപിറ്റൽ ഗുഡ് ഇൻഡസ്ട്രീസ്, മൂലധന ഉൽപ്പന്നങ്ങളുടെ വ്യവസായങ്ങളൊന്നും ഡെവലപ്ഡ് ആയില്ല, അതൊന്നും പുരോഗതി പ്രാപിച്ചിരുന്നില്ല. അത് എന്താണ്? ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യാവസായികവൽക്കരണ ടൈമിലൊക്കെ അതിൻ്റെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ഇംപ്ലിമെന്റ്സ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷൻ എന്താണെന്ന് പറയുന്നു? ടു കൺവേർട്ടിങ് ആൻ അഗ്രേറിയൻ സൊസൈറ്റി ടു ദ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. എന്താണ്? അഗ്രേറിയൻ, കാർഷിക മേഖലയിൽ അടിസ്ഥാനമാക്കിയ ആ സമൂഹത്തെ നമ്മൾ ഇൻഡസ്ട്രിയൽ, വ്യാവസായികമായ ആ സമൂഹത്തിലേക്ക് കൺവേർട്ട് ചെയ്തു, അതിനെ മാറ്റം വരുത്തിയതിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞത്. പിന്നെന്താണ്? GDPയുടെ കോൺട്രിബ്യൂഷനെ കുറിച്ചാണ് പറഞ്ഞത്. GDPയിലേക്കുള്ള ഇൻഡസ്ട്രീസിന്റെ കോൺട്രിബ്യൂഷൻ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്ട്സിലേക്കുള്ള, അതായത് മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിലേക്കുള്ള വ്യവസായങ്ങളുടെ കോൺട്രിബ്യൂഷൻ. അപ്പം ബ്രിട്ടീഷുകാരുടെ സമയത്ത്, ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരിയഡ്, GDP കോൺട്രിബ്യൂഷൻ ടു ദ GDP റിമൈൻസ് വെരി ലോ. ഇൻഡസ്ട്രീസിന്റെ GDPയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. പിന്നെ 1951 ഇന്ത്യ സ്റ്റാർട്ടഡ് ഇക്കണോമിക് പ്ലാനിങ്, സാമ്പത്തിക ആസൂത്രണം. 1951 ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം ആരംഭിച്ചു. ഈ ടൈമിൽ ഇൻഡസ്ട്രീസിന്റെ GDPയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വെറും 13% മാത്രം ആയിരുന്നു. നെക്സ്റ്റ് നമ്മുടെ പോർഷൻ എന്ന് പറയുന്നത് ഫോറിൻ ട്രേഡ് ആണ്, വിദേശ വ്യാപാരം. ഫോറിൻ ട്രേഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ രാജ്യത്തു നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി നടത്തുന്നത്, അതേപോലെ ഇങ്ങോട്ട് അവിടുത്തെ പ്രോഡക്ട്സ് ഇങ്ങോട്ട് ഇറക്കുമതിയൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ നടത്തുന്ന വ്യാപാര ബന്ധമാണ് ഫോറിൻ ട്രേഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ കൊളോണിയൽ കാലത്തെ ഫോറിൻ ട്രേഡിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. During the British period, the colonial rule adversely affected the structure, composition and volume of India's trade. ഇന്ത്യയുടെ ട്രേഡിന്റെ ഘടനയും രൂപത്തെയും അതിന്റെ അളവിനെയൊക്കെ എന്താണ് ഈ കൊളോണിയൽ റൂള്, ഈ ബ്രിട്ടീഷുകാരുടെ ആ റൂൾസ്, ആ ഭരണം എന്താണ് മൊത്തത്തിൽ അഫക്റ്റ് ചെയ്തു. എന്താണ്? ഡ്യൂറിങ് ദ കൊളോണിയൽ റൂൾ, the colonial rule adversely affected the structure, composition and volume of the India's trade. ഇന്ത്യയുടെ കച്ചവടത്തിന്റെ ഘടനയും എല്ലാം എന്താണ്? അളവിനെയും, വ്യാപാരത്തിന്റെ അളവിനെയും അതിന്റെ ഘടനയും അതിന്റെ ആ എന്താണ് രൂപത്തെ എല്ലാം എന്താണ് ഈ ബ്രിട്ടീഷ് റൂള് മാറ്റിമറിച്ചു. From the exporter of value added finished goods, India became an exporter of primary goods ആൻഡ് ഇമ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. എന്താണ്? ഇന്ത്യ എന്തായിരുന്നു? ഒരു എന്താണ് മൂല്യവർദ്ധിത വസ്തുക്കളുടെ ഒരു എന്താണ് എക്സ്പോർട്ടർ ആയിരുന്നു. അതിൽ നിന്ന് മാറ്റി ഇന്ത്യ പൊടുന്നനെ എന്താക്കി മാറ്റി? അവരൊരു എന്താണ് പ്രൈമറി പ്രോഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്ന, അതായത് ഇന്ത്യ എന്താണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫിനിഷ്ഡ് ആയിട്ടുള്ള, അതായത് പൂർണ്ണ രൂപത്തിലെത്തിയ ഉൽപ്പന്നങ്ങളൊക്കെ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായിരുന്നു. ഈ ബ്രിട്ടീഷുകാരുടെ ഭരണത്തോടു കൂടി ഇത് പൊടുന്നനെ മാറ്റമായി. എന്തായി മാറി? ഇന്ത്യ ഒരു എക്സ്പോർട്ടറായി മാറി. എങ്ങനത്തെ? പ്രൈമറി പ്രോഡക്ട്സിന്റെ, അതായത് റോ മെറ്റീരിയൽസ് ഒക്കെ ഇല്ലേ, അസംസ്കൃത വസ്തുക്കൾ. ഈ അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്ന ഒരു എക്സ്പോർട്ടറായി ഇന്ത്യ മാറി. ഇന്ത്യ എങ്ങനെയായിരുന്നു? ഫിനിഷ്ഡ് ഗുഡ്സ്, അത് പൂർണ്ണ രൂപത്തിലെത്തിയ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന, വാല്യൂ ആഡഡ് ഫിനിഷ്ഡ് ഗുഡ്സ് കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഭരണത്തോടു കൂടി ഇന്ത്യ ഒരു എക്സ്പോർട്ടറായി മാറി. എങ്ങനത്തെ? പ്രൈമറി പ്രോഡക്ട്സിന്റെ, അതായത് റോ മെറ്റീരിയൽസ്.
അതിൻ്റെയൊക്കെ അസംസ്കൃത വസ്തുക്കളുടെയൊക്കെ ഒരു എക്സ്പോർട്ടറായി മാറുകയും എന്നിട്ട് എന്തായി മാറി ആൻഡ് ഇമ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് പൂർണ്ണരൂപത്തിലെത്തിയ വസ്തുക്കളുടെ ആ മൂലധന വസ്തുക്കളുടെ ഒക്കെ ഒരു ഇമ്പോർട്ടറായിട്ട് മാറി. അതായത് എന്താണ്, നമ്മൾ മുൻപ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യയെ ഒരു റോ മെറ്റീരിയൽസ് കിട്ടാനുള്ള ഒരു സോഴ്സ് ആക്കിയിട്ടായിരുന്നു ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ എന്താണ്, നമ്മുടെ ഇന്ത്യയിലുള്ള അസംസ്കൃത വസ്തുക്കൾ പ്രൈമറി ഗുഡ്സ് ഒക്കെ എന്താണ് ഇന്ത്യയെ കൊണ്ട് അവരുടെ രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യിപ്പിച്ചു, കയറ്റുമതി ചെയ്യിപ്പിച്ചിട്ട് അവരുടെ രാജ്യത്തു നിന്നും പൂർണ്ണ രൂപത്തിലെത്തിയ ഫിനിഷ്ഡ് ഗുഡ്സ് അവർ നമ്മുടെ രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്ത് നമ്മുടെ രാജ്യത്തെ എന്താണ് അവരുടെ ഒരു കമ്പോളമാക്കി അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു മാർക്കറ്റാക്കി മാറ്റി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒക്കെ നമ്മൾ 2 ക്ലാസ് തൊട്ടേ നമ്മളത് പറയുന്നുണ്ടായിരുന്നു. അപ്പം അതാണ് ഈ പോയിന്റ്. ഇന്ത്യ സ്റ്റാർട്ടഡ് from the exporter of value added finished goods, India become an exporter of primary products and an importer of finished goods. എന്താണ്, അങ്ങോട്ട് റോ മെറ്റീരിയൽസ് പ്രാഥമിക ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് പ്രൈമറി ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാക്കി ഇന്ത്യനെ. എന്നിട്ട് എന്താണ്, അതേപോലെ തിരിച്ച് ഫിനിഷ്ഡ് ഗുഡ്സ് എന്താണ് നിർമ്മിത വസ്തുക്കൾ, അവർ നിർമ്മിത വസ്തുക്കൾ എന്താണ് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാക്കിയും ഇന്ത്യ അവർ മാറ്റി. എങ്ങനെയായിരുന്നു ഇന്ത്യ മുൻപ്? എങ്ങനെയായിരുന്നു? പൂർണ്ണ രൂപത്തിലെത്തിയ ഫിനിഷ്ഡ് ഗുഡ്സ് അങ്ങോട്ട് കയറ്റുമതി, നിർമ്മിത ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായിരുന്നു. പക്ഷേ ഈ ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ റൂള്, ബ്രിട്ടീഷുകാരുടെ ഭരണം വന്നതോടുകൂടി ഇന്ത്യ ആരായി മാറി? ഇന്ത്യ ബിക്കം ആൻ എക്സ്പോർട്ടർ ഓഫ് പ്രൈമറി പ്രോഡക്ട്സ്, പ്രാഥമിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുകയും അതുപോലെ ആൻ ഇമ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ്, നിർമ്മിത വസ്തുക്കളുടെ ഒരു ഇമ്പോർട്ടറായിട്ടും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാനും രാജ്യത്ത് ആരംഭിച്ചു ഇന്ത്യയിൽ. അത് ബ്രിട്ടീഷുകാരുടെ ആ ഒരു കൈകടത്തലോട് കൂടിയാണ്. അപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളാകുമ്പം ഇന്ത്യക്കാർക്ക് കൂടുതൽ പ്രയോറിറ്റി കിട്ടും. പക്ഷെ അവരങ്ങനെ ചെയ്യാതെ നമ്മുടെ രാജ്യത്ത് നിന്നും റോ മെറ്റീരിയൽസ് പ്രൈമറി ഗുഡ്സ് അവരുടെ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിട്ട് അവിടുന്ന് അവർ പൂർണ്ണ രൂപത്തിലെത്തിയ ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മുടെ രാജ്യത്തിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അതാണ് ഈ പോയിന്റിൽ. നെക്സ്റ്റ്, ഇന്ത്യ സ്റ്റാർട്ടഡ് എക്സ്പോർട്ടിംഗ് റോ കോട്ടൺ, സിൽക്ക്, വൂൾ, ഷുഗർ, ഇൻഡിഗോ എക്സെട്ര. ഇന്ത്യ സ്റ്റാർട്ടഡ് എക്സ്പോർട്ടിംഗ് റോ കോട്ടൺ, സിൽക്ക്, വൂൾ, ഇൻഡിഗോ എക്സെട്ര. എന്താണത്? ഇന്ത്യ എന്ത് ചെയ്യാൻ തുടങ്ങി? അസംസ്കൃത വസ്തുക്കളായ കോട്ടണും വൂള്, സിൽക്ക്, ഷുഗർ ഇതൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? കയറ്റുമതി ചെയ്യാൻ തുടങ്ങി. പരുത്തിയും പട്ട്, പിന്നെ അതേപോലെ നൂല്, അതേപോലെ പഞ്ചസാര, ഇൻഡിഗോ, നീലം ഇതൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? അവരുടെ രാജ്യങ്ങളിലേക്ക് എന്താണ് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ആൻഡ് സ്റ്റാർട്ടഡ് ഇമ്പോർട്ടഡ് ക്ലോത്ത്സ് മെയ്ഡ് ഫ്രം കോട്ടൺ, സിൽക്ക്, വൂൾ പ്രൊഡ്യൂസ്ഡ് ഇൻ ബ്രിട്ടൻ. എന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? നമ്മുടെ രാജ്യത്തേക്ക് ഈ അയച്ചു കൊടുത്ത ഈ സിൽക്ക്, കോട്ടൺ, വൂൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിച്ച ക്ലോത്ത്സ്, തുണിത്തരങ്ങൾ, കോട്ടൺ കൊണ്ടുള്ള തുണിത്തരങ്ങൾ, സിൽക്ക് തുണിത്തരങ്ങൾ, അതേപോലെ നിർമ്മിതമായ ഇതൊക്കെ കൊണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ബ്രിട്ടനിൽ നിന്നും വരാൻ തുടങ്ങി. നമ്മുടെ രാജ്യത്തെ അത് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ആരംഭിച്ചു. ഇന്ത്യ സ്റ്റാർട്ടഡ് exporting raw cotton, silk, wool, sugar, indigo, etc. and started imported clothes made from cotton, silk, wool produced in Britain. ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ നമ്മൾ അയച്ചു കൊടുത്ത അസംസ്കൃത വസ്തുക്കളായ ഈ പരുത്തിയുടെയും നൂല്, തുണിത്തരങ്ങൾ ഇതൊക്കെ വെച്ച് നൂല്, അതേപോലെ പട്ട്, നമ്മൾ അയച്ചു കൊടുത്ത നീലം ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പൂർണ്ണ രൂപത്തിലെത്തിയ നിർമ്മിത വസ്തുക്കൾ നമ്മുടെ രാജ്യത്തേക്ക് അവർ ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അതാണ് ക്ലോത്ത്സ് മെയ്ഡ് ഫ്രം കോട്ടൺ, സിൽക്ക്, വൂള് ഇതൊക്കെ. അതാണ് നമ്മൾ അയച്ചു കൊടുത്ത അസംസ്കൃത വസ്തുക്കൾ കൊണ്ടാണ് അവർ തുണിത്തരങ്ങൾ നെയ്ത് അവർ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ നാട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്തത്. അതാണ് ഇത്രയും പോയിന്റ്. നമ്മുടെ ഫോറിൻ ട്രേഡ് എന്താണെന്നാണ് പറയുന്നത്? വിദേശ വ്യാപാരം. ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി, ബ്രിട്ടീഷുകാരുടെ ആ ഭരണത്തോടുകൂടി ഇന്ത്യയുടെ കച്ചവടത്തിന്റെ ഘടനയും അതിന്റെ രൂപവും അതിന്റെ അളവും എല്ലാം മൊത്തത്തിൽ മാറ്റമുണ്ടായി. അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ദ സ്ട്രക്ചർ, കോമ്പോസിഷൻ ആൻഡ് വോളിയം ഓഫ് ഇന്ത്യാസ് ട്രേഡ്. ഇന്ത്യയിലെ കച്ചവടത്തിന്റെ ആകൃതിയും അതിന്റെ രൂപവും ഘടനയും എല്ലാം ഈ ബ്രിട്ടീഷുകാരുടെ റൂൾസ് വന്നതോടുകൂടി മൊത്തത്തിൽ അഫക്റ്റഡ് ആയി. ഫ്രം ദ എക്സ്പോർട്ടർ ഓഫ് വാല്യൂ ആഡഡ് ഫിനിഷ്ഡ് ഗുഡ്സ്,
ഇന്ത്യ ബിക്കം ആൻ എക്സ്പോർട്ടർ ഓഫ് പ്രൈമറി പ്രോഡക്ട്സ് ആൻഡ് ഇമ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. എന്താണ് നമ്മുടെ രാജ്യത്തെ ഇന്ത്യ അങ്ങോട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു. എന്നാൽ ഈ കൊളോണിയൽ റൂൾസിന്റെ ഫലമായിട്ട്, ഈ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ ഫലമായിട്ട് ഇന്ത്യ പ്രൈമറി പ്രോഡക്ട്സ് കയറ്റുമതി ചെയ്യുന്ന, അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാവുകയും അതേപോലെ അവരുടെ രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫിനിഷ്ഡ് ഗുഡ്സ്, നിർമ്മിത ഉൽപ്പന്നങ്ങളെ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാക്കിയും ഇന്ത്യ മാറി. നെക്സ്റ്റ്, ഇന്ത്യ സ്റ്റാർട്ടഡ് എക്സ്പോർട്ടിംഗ് റോ കോട്ടൺ, സിൽക്ക്, വൂള്, ഷുഗർ, ഇൻഡിഗോ എക്സെട്ര. ഇന്ത്യ പരുത്തി, സിൽക്ക്, കമ്പിളി രോമങ്ങൾ, ഷുഗർ, ഇൻഡിഗോ ഇതൊക്കെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ആരംഭിച്ചു. എന്തൊക്കെയാണ്? പരുത്തി, പട്ട്, അതേപോലെ കമ്പിളി രോമങ്ങൾ, ഷുഗർ, ഇൻഡിഗോ, നീലം, ഇതൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന, അങ്ങോട്ട് അസംസ്കൃത വസ്തുക്കളായ ഇവയൊക്കെ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായി മാറി. അത് തുടങ്ങി. അതേപോലെ എന്താണ്? സ്റ്റാർട്ടഡ് ഇമ്പോർട്ടഡ് ക്ലോത്ത്സ് മെയ്ഡ് ഫ്രം കോട്ടൺ, സിൽക്ക്, വൂള് പ്രൊഡ്യൂസ്ഡ് ഇൻ ബ്രിട്ടനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന, നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുത്ത ഈ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് ബ്രിട്ടനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന തുണിത്തരങ്ങൾ, പരുത്തി തുണി, കമ്പിളി വെച്ചുള്ള വസ്ത്രങ്ങൾ, അതേപോലെ സിൽക്ക് തുണിത്തരങ്ങൾ, ഇവയൊക്കെ നമ്മുടെ രാജ്യത്തേക്ക് അവർ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി, ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ആരംഭിച്ചു. ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തുണിത്തരങ്ങൾ, സിൽക്ക് തുണിത്തരങ്ങൾ, അതേപോലെ കോട്ടൺ തുണിത്തരങ്ങൾ, ഇതൊക്കെ നമ്മുടെ രാജ്യത്തേക്ക് അവർ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഫോറിൻ ട്രേഡ് എന്തായിരുന്നാണ് പറഞ്ഞത്. അപ്പം ഇനിയുള്ള പോയിന്റ്സ് ആണ് പഠിക്കുന്നത്. ദിസ് ചേഞ്ച് ഇൻ ദ സ്ട്രക്ചർ. അപ്പം നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാർ എന്താണ് ഒരുപാട് ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കി, മാറ്റങ്ങളൊക്കെ വരുത്തി. ഇന്ത്യയിലെ കച്ചവട രീതിയിൽ എക്സ്പോർട്ടർ ആയിരുന്ന, ഫിനിഷ്ഡ് ഗുഡ്സിന്റെ എക്സ്പോർട്ടർ ആയിരുന്ന ഇന്ത്യനെ എന്താണ് റോ മെറ്റീരിയൽസിന്റെ, അസംസ്കൃത വസ്തുക്കളുടെ എക്സ്പോർട്ടറാക്കി മാറ്റി. അതേപോലെ എന്താണ് അവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെ ഇമ്പോർട്ടറാക്കിയും ഇന്ത്യയെ മാറ്റി. അപ്പൊ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയത് എന്തിനായിരുന്നു എന്നാണ് ഇനി പറയുന്നത്. എന്തിനായിരുന്നു? ഇന്ത്യയുടെ കച്ചവടത്തിന്റെ ആ നിയന്ത്രണം അവരുടെ കയ്യിലാക്കാൻ വേണ്ടിയായിരുന്നു അവർ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയത്. ഇന്ത്യയുടെ കച്ചവടത്തിന്റെ ആ ഘടനയിലൊക്കെ ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തിയത് അതിനുവേണ്ടിയായിരുന്നു. ഇന്ത്യയുടെ കച്ചവടം അവരുടെ നിയന്ത്രണത്തിന് കീഴിലാക്കാൻ വേണ്ടിയായിരുന്നു. This changes in the structure India's trade was achieved by the British through controlling India's trade. ഇന്ത്യയുടെ ആ കച്ചവടം, ആ നിയന്ത്രണം, ഈ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് അതിലൂടെ എന്ത് ചെയ്യാനായിരുന്നു? ഇന്ത്യയുടെ കച്ചവടത്തിനെ തങ്ങളുടെ കൈക്കീഴിലാക്കാൻ വേണ്ടി, അവരുടെ നിയന്ത്രണത്തിന് കീഴിൽ ആക്കാൻ വേണ്ടിയായിരുന്നു. This change in the structure India's trade was achieved by the British through the controlling of India's trade. അതാണ് ഈ പോയിന്റിൽ. Next is the British trade policy ensured that half of the India's foreign trade was with Britain. എന്താണ് ഈ പോയിന്റിൽ പറയുന്നത്? എന്താണ്? ബ്രിട്ടീഷ് പോളിസി ഉറപ്പുവരുത്തി. ബ്രിട്ടീഷുകാരുടെ നയങ്ങളൊക്കെ എന്തൊക്കെ ഉറപ്പുവരുത്തി? ഈ ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടനിലേക്ക് മാത്രമാണ് ഇന്ത്യയിൽ പകുതിയിലധികം വ്യാപാരങ്ങളും ഫോറിൻ ട്രേഡും നടക്കുന്നത്. വിദേശ വ്യാപാരം കൂടുതലും ബ്രിട്ടനുമായിട്ടാണ് നടക്കുന്നത് എന്ന് ആരുറപ്പുവരുത്തി? ഈ ബ്രിട്ടീഷ് പോളിസീസ് ഉറപ്പുവരുത്തി. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ എന്താണ് ഉറപ്പുവരുത്തിയത്? ഇന്ത്യയുടെ വ്യാപാരങ്ങൾ, വിദേശ വ്യാപാരം കൂടുതൽ, പകുതിയിലധികവും ബ്രിട്ടനുമായിട്ട് മാത്രമായിരിക്കണം എന്നായിരുന്നു അവർ ഉറപ്പുവരുത്തിയത്. The British trade policy ensured that half of the India's foreign trade was with Britain. ബ്രിട്ടനുമായിട്ടായിരിക്കണം കൂടുതലും ഇന്ത്യയുടെ വിദേശ വ്യാപാരങ്ങൾ നടക്കേണ്ടത് എന്നായിരുന്നു അവർ ഉറപ്പുവരുത്തിയത്. Trade with other countries like China, Ceylon and Persia constituted the other half. എന്താണ്? കച്ചവടങ്ങൾ ഇന്ത്യ പേർഷ്യയായിട്ടും ചൈനയായിട്ടും അതേപോലെ സിലോൺ, ശ്രീലങ്കയായിട്ടും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന, സിലോൺ ശ്രീലങ്കയാണ്, പേർഷ്യ മീൻസ് ഇറാനൊക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആ കച്ചവടം, ട്രേഡ്, ഫോറിൻ ട്രേഡൊക്കെ, വിദേശ വ്യാപാരമൊക്കെ വെറും നാമമാത്രമായി പോയി. എന്താണ്? വളരെ പറച്ചിൽ മാത്രമായിരുന്നു. കൂടുതലും എങ്ങോട്ടായിരുന്നു അവർ കച്ചവടം നടത്തിയിരുന്നത്? അവരുടെ രാജ്യത്തേക്ക്, അതായത് ബ്രിട്ടനിലേക്കായിരുന്നു കൂടുതൽ വിദേശ വ്യാപാരങ്ങൾ നടത്തിയത്. ട്രേഡ് വിത്ത് അതർ കൺട്രീസ് ലൈക്ക് ചൈന, സിലോൺ ആൻഡ് പേർഷ്യ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദ അതർ ഹാഫ്. അപ്പം ഇപ്പം നമ്മൾ 3 പോയിന്റ്സ് കൂടാണ് പഠിച്ചത്. എന്താണ്? ഒന്ന്, ഇന്ത്യയുടെ സ്ട്രക്ചറിലൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് അവരെന്ത് ചെയ്തു? ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ്, ഇന്ത്യയുടെ കച്ചവടങ്ങളെല്ലാം തന്നെ അവരുടെ കയ്യിലാക്കി മാറ്റി, അവരുടെ നിയന്ത്രണത്തിലാക്കി മാറ്റി. These changes in the structure India's trade was achieved by the British through controlling India's trade.
നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ ബ്രിട്ടീഷ് ട്രേഡ് പോളിസി എൻഷുർഡ് ദാറ്റ് ദ ഹാഫ് ഓഫ് ദ ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് വാസ് വിത്ത് ബ്രിട്ടൻ. ബ്രിട്ടനുമായിട്ട് ആണോ അവരുടെ കൂടുതലും വിദേശ വ്യാപാരം എന്ന് ഈ ബ്രിട്ടീഷ് പോളിസീസ്, ബ്രിട്ടനിലെ ബ്രിട്ടീഷുകാരുടെ വ്യാപാര നയങ്ങൾ ഉറപ്പുവരുത്തി. ട്രേഡ് വിത്ത് അതർ കൺട്രീസ് ലൈക്ക് ചൈന, സിലോൺ ആൻഡ് പേർഷ്യ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദ അതർ ഹാഫ്. അതേപോലെ തന്നെ എന്താണ് പേർഷ്യയും അതേപോലെ സിലോൺ, ശ്രീലങ്കയായിട്ടും ചൈനയായിട്ടും ഒക്കെയുള്ള ഇന്ത്യയുടെ വിദേശ വ്യാപാരം ഒക്കെ എന്താണ് വേറൊരു പറച്ചിൽ മാത്രമായി, വലിയ പ്രാധാന്യമൊന്നും അവരുമായിട്ട് വലുതായിട്ട് കച്ചവടങ്ങളൊന്നും നടക്കാനായിട്ട് സാധിച്ചില്ല. അതാണ് ഇത്രയും പോയിന്റ്സിൽ, ഇത്രയാണ് ഫോറിൻ ട്രേഡിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോറിൻ ട്രേഡ് എന്തുവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് കൊളോണിയൽ റൂളിൻ്റെ ബ്രിട്ടീഷ് കാലഘട്ട സമയത്ത് ഇന്ത്യ, അതിനു മുൻപ് ഇന്ത്യ എന്തായിരുന്നു, ഈ ഫിനിഷ്ഡ് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായിരുന്നു. അതായത് നിർമ്മിതമായ ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായിരുന്നു. ഈ കൊളോണിയൽ റൂള് ബ്രിട്ടീഷുകാരുടെ ഭരണം വന്നതോടുകൂടി ഈ എന്താണ് ഇന്ത്യയുടെ വ്യാപാരത്തിൻ്റെ സ്ട്രക്ചർ, കോമ്പോസിഷൻ, വോളിയം ഇതെല്ലാം എന്താണ് മാറ്റം വരുത്തി. British colonial rule changes the structure, volume and composition of the foreign India's trade. ഇന്ത്യയുടെ കച്ചവടത്തിൻ്റെ ഘടനയും രൂപവും അളവും എല്ലാം എന്താക്കി ഈ ബ്രിട്ടീഷുകാർ മാറ്റം വരുത്തി. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന രാജ്യം പെട്ടെന്ന് തന്നെ എന്തായി മാറി, റോ മെറ്റീരിയൽസ് എക്സ്പോർട്ട് ചെയ്യാനും അതേപോലെ മറ്റുള്ള അവരുടെ രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ ഫിനിഷ്ഡ് ഗുഡ്സ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാനായിട്ടും തുടങ്ങി. എന്താണ് ഫ്രം ദ എക്സ്പോർട്ടർ ഓഫ് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഇന്ത്യ ബിക്കം ആൻ എക്സ്പോർട്ടർ ഓഫ് എന്താണ് പ്രൈമറി ഗുഡ്സ് ആൻഡ് ആൻ ഇമ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഇതാണ് അടുത്ത പോയിന്റിൽ നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് ഇന്ത്യ സ്റ്റാർട്ടഡ് exporting raw cotton, silk, wool, nylon, etc. and started imported clothes made from silk, cotton, wool and it is produced in Britain. ബ്രിട്ടനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്ന ആദ്യം എന്തായിരുന്നു, ഇന്ത്യ നമ്മുടെ രാജ്യത്തുള്ള സിൽക്ക്, പരുത്തി, അതേപോലെ വൂള്, കമ്പിളി രോമങ്ങൾ, പിന്നെന്താണ് പരുത്തി, വൂള്, സിൽക്ക് ഇതൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി ഈ അതേപോലെ നൈലോൺ, ഇൻഡിഗോ, നീലം ഇതൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, അങ്ങോട്ട് കയറ്റുമതി ചെയ്യാൻ തുടങ്ങി. അപ്പം ഈ കയറ്റുമതി ചെയ്യുന്ന ഈ പ്രോഡക്ട്സ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ് തുണിത്തരങ്ങൾ, സിൽക്ക് തുണിത്തരങ്ങൾ, അതേപോലെ പരുത്തി തുണിത്തരങ്ങൾ, അതേപോലെ കമ്പിളി രോമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തുണിത്തരങ്ങൾ ഇതൊക്കെ നമ്മുടെ രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ടും തുടങ്ങി. അപ്പോൾ അടുത്ത പോയിന്റ് അതായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ചേഞ്ചസ് ഒക്കെ വരുത്തിക്കൊണ്ട് ഇന്ത്യയുടെ ട്രേഡിൻ്റെ സ്ട്രക്ചറിൽ, ഘടനയിലൊക്കെ ഈ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാർ എന്താണ് ചെയ്തത്, ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്തെ ട്രേഡ് അവരുടെ കൺട്രോളിലാക്കി മാറ്റി. ദിസ് ചേഞ്ച് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ഇന്ത്യാസ് ട്രേഡ് വാസ് അച്ചീവ്ഡ് ദ ബ്രിട്ടീഷ് ത്രൂ ദ കൺട്രോൾ ഓഫ് ഇന്ത്യാസ് ട്രേഡ്. ഇന്ത്യയുടെ കച്ചവടത്തിൻ്റെ ആ ഒരു നിയന്ത്രണം അവർ നേടിയെടുത്തു ഈ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ട്രേഡ് പോളിസി എൻഷുർഡ് ദാറ്റ് ദ ഹാഫ് ഓഫ് ദ ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് ഈസ് വിത്ത് ബ്രിട്ടൻ. ബ്രിട്ടനുമായിട്ടാണോ ഇന്ത്യയുടെ വിദേശ വ്യാപാരം കൂടുതലായിട്ട് പകുതിയിലധികം വിദേശ വ്യാപാരവും നടക്കുന്നതെന്ന് ആ ബ്രിട്ടീഷ് നയങ്ങൾ ഉറപ്പുവരുത്തി. ട്രേഡ് വിത്ത് അതർ കൺട്രീസ് ലൈക്ക് ചൈന, സിലോൺ ആൻഡ് പേർഷ്യ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദ അതർ ഹാഫ്. മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ചൈന, പേർഷ്യ, അതേപോലെ സിലോൺ, ശ്രീലങ്ക ഈ രാജ്യങ്ങളുമൊക്കെ ആയിട്ടുള്ള ഇന്ത്യയുടെ വ്യാപാരം വെറും ചുരുങ്ങി, വലിയ ഇതൊന്നും തോതിലില്ലാതെ വെറും ചുരുങ്ങി പറച്ചിൽ മാത്രമായി, വലിയ തോതിലൊന്നും ഇല്ലാതെ ആയി. ഇത്രയുമാണ് ഫോറിൻ ട്രേഡിൽ പഠിച്ചത്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് ഡ്യൂറിങ് കൊളോണിയൽ റൂൾ. ഈ ഫോറിൻ ട്രേഡിൻ്റെ ഈ ബ്രിട്ടീഷ് ഭരണകാലത്തെ വിദേശ വ്യാപാരത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. India's trade volume grew under the colonial rule. This resulted huge export surplus for India. This export surplus did not benefit to
ഇന്ത്യ ഇറ്റ് ഹാം ടു ഇന്ത്യൻ എക്കണോമി. എന്താണ്? ഇന്ത്യയുടെ ട്രേഡ് വോളിയം വളരാൻ തുടങ്ങി. ഈ കൊളോണിയൽ കാലത്ത് ഇന്ത്യയുടെ ട്രേഡ് വോളിയം കച്ചവടത്തിന്റെ ആ ഒരു വളർച്ച പയ്യെ കൂടാനായിട്ട് തുടങ്ങി. പക്ഷേ ഇതെന്താണ്? ഇത് ഹ്യൂജ് എക്സ്പോർട്ട് സർപ്ലസ്, നമുക്ക് കയറ്റുമതി മിച്ചം, എക്സ്പോർട്ട് സർപ്ലസ് മീൻസ് കയറ്റുമതി മിച്ചം ധാരാളമായി കിട്ടാനായിട്ട് തുടങ്ങി. അത് ഒരുപാട് ഉണ്ടാകാനായിട്ട് തുടങ്ങി ഇന്ത്യയിൽ. പക്ഷെ എന്താണ് ഈ എക്സ്പോർട്ട് സർപ്ലസ്, ഈ കയറ്റുമതി മിച്ചം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരു ബെനഫിറ്റും ഉണ്ടാക്കിയില്ല, ഒരു മെച്ചവും ഉണ്ടാക്കിയില്ല. കാരണം എന്താണ്? ഇത് കൂടുതലും ബ്രിട്ടീഷുകാരല്ലേ കൈകാര്യം ചെയ്തത്. അപ്പൊ അവർക്കായിരുന്നു അത് കൂടുതലായിട്ട് ബെനിഫിറ്റ് ആയിട്ട് വന്നത്. ഇതെന്താണ്? അത് മാത്രമല്ല, ഇറ്റ് ഹാം ടു ഇന്ത്യൻ എക്കണോമി. ഇത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ വളരെ ദോഷകരമായി ബാധിക്കുകയും ചെയ്തു. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇന്ത്യസ് ട്രേഡ് വോളിയം ഗ്രൂ അണ്ടർ ദ കൊളോണിയൽ റൂൾ. ദിസ് റിസൾട്ട് ഹ്യൂജ് എക്സ്പോർട്ട് സർപ്ലസ് ഫോർ ഇന്ത്യ. This export surplus did not benefit to India and it harmed to Indian economy. എന്താണ് ഫസ്റ്റ് പോയിന്റ്? ഇന്ത്യയുടെ ട്രേഡ് വോളിയം, ഇന്ത്യയുടെ കച്ചവടത്തിന്റെ വളർച്ച ഈ കൊളോണിയൽ കാലത്ത് കൂടി. പക്ഷെ എന്താണ്? അതുവഴിയായിട്ട് എന്തുണ്ടായി? നമുക്ക് കയറ്റുമതി മെച്ചം ഉണ്ടായി. പക്ഷെ ഈ കയറ്റുമതി മെച്ചം, ഈ എക്സ്പോർട്ട് സർപ്ലസ് ഇന്ത്യക്ക് യാതൊരുവിധ പുരോഗതിയോ മെച്ചമോ ഒന്നും തന്നെ ഉണ്ടാക്കിയില്ല, ഒരു ബെനഫിറ്റും ഉണ്ടാക്കിയില്ല. അതുമാത്രമല്ല, അത് എന്തായി മാറി? ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് വളരെയധികം ദോഷകരമായി ബാധിക്കുകയും ചെയ്തു. അതാണ് ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. എന്താണ്? ഇന്ത്യസ് ട്രേഡ് വോളിയം ഗ്രോ അണ്ടർ ദ colonial rule. This resulted huge export surplus in India, but this export surplus did not benefit to India and it is harm to the Indian economy. Indian economy അത് ദോഷകരമായി ബാധിക്കുകയും ചെയ്തു. അതാണ് ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തേത്, because it created shortage of several essential commodities like food grains, ക്ലോത്ത്സ്, കെറോസിൻസ് എക്സെട്ര ഇൻ ദ ഡൊമസ്റ്റിക് മാർക്കറ്റ്. ഇത് കാരണം, ഇങ്ങനെ ഈ ബ്രിട്ടീഷുകാരുടെ ഈ ഭരണത്തിന്റെ ഈ മാറ്റങ്ങൾ കാരണം എന്തുണ്ടായി? ഷോർട്ടേജ് ഓഫ് സെവറൽ എസെൻഷ്യൽ കമ്മോഡിറ്റി, നമുക്ക് ആവശ്യമായിട്ടുള്ള ധാരാളം അത്യാവശ്യ സാധനങ്ങളുടെ ഷോർട്ടേജ്, ക്ഷാമം ഉണ്ടാവാനായിട്ട് തുടങ്ങി. എന്തൊക്കെയാണത്? ഫുഡ് ഗ്രെയിൻസ്, ഭക്ഷ്യധാന്യങ്ങൾ, അതുപോലെ ക്ലോത്ത്സ്, തുണിത്തരങ്ങള്, കെറോസിൻസ്, മണ്ണെണ്ണ. ഇതൊക്കെ എന്താണ്? ഇന്ത്യയുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ എന്താണ്? ക്ഷാമം ഉണ്ടാവാനായിട്ട് തുടങ്ങി. ബിക്കോസ് ഇറ്റ് ക്രിയേറ്റഡ് ഷോർട്ടേജ് ഓഫ് സെവറൽ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ലൈക്ക് ഫുഡ് ഗ്രെയിൻസ്, ക്ലോത്ത്സ്, കെറോസിൻസ് എക്സെട്ര ഇൻ ദ ഡൊമസ്റ്റിക് മാർക്കറ്റ്. ഇന്ത്യയുടെ മാർക്കറ്റിൽ എന്തിനൊക്കെയാണ് ക്ഷാമം വന്നത്? ഭക്ഷ്യധാന്യങ്ങൾക്കും അതേപോലെ മണ്ണെണ്ണ, തുണിത്തരങ്ങൾ, ഇവയ്ക്കൊക്കെ ക്ഷാമം ഉണ്ടാകാനായിട്ട് തുടങ്ങി. അതാണ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, സെക്കൻഡ് ഫീച്ചർ. Third, the export surplus was used for financing British expenditure in India, including war expenses. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ എക്സ്പോർട്ട് സർപ്ലസ്, ഈ കയറ്റുമതി മെച്ചം എന്ന് പറയുന്നത് ഇന്ത്യക്കൊരു എന്താണ് ഈ കയറ്റുമതി മിച്ചം ഇന്ത്യക്ക് ഒരു ബെനഫിറ്റും ഉണ്ടാക്കിയില്ലെന്ന് പറഞ്ഞു. അപ്പൊ അത് എന്തിനാണ് ഉപയോഗിച്ചതെന്നാണ് പറയുന്നത്. എക്സ്പോർട്ട് സർപ്ലസ് വാസ് യൂസ്ഡ് ഫോർ ഫിനാൻസിങ് ബ്രിട്ടീഷ് എക്സ്പെൻഡിച്ചർ. ബ്രിട്ടീഷുകാരുടെ ചിലവിനായിട്ടായിരുന്നു ഈ എക്സ്പോർട്ട് സർപ്ലസ് ഉപയോഗിച്ചത്. കയറ്റുമതി മിച്ചം ഉപയോഗിച്ചിരുന്നത് ബ്രിട്ടീഷുകാരുടെ ചിലവുകൾക്കായിട്ടായിരുന്നു. പിന്നെ അതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? അവരുടെ വാർ എക്സ്പെൻസും ഉണ്ടായിരുന്നു, അവരുടെ യുദ്ധ ചിലവുകളും ഉൾപ്പെട്ടിരുന്നു. അതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഈ എക്സ്പോർട്ട് സർപ്ലസ് ഉപയോഗിച്ചത്. നമ്മൾ ഇനി എക്സ്പോർട്ട് സർപ്ലസ് എന്താണെന്ന് പറഞ്ഞോ? കയറ്റുമതി മിച്ചം എന്ന് വെച്ചാൽ എന്താണ്? ഈ കയറ്റുമതി മിച്ചത്തില് ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ നടത്തുന്ന കയറ്റുമതി ഇറക്കുമതിയിൽ ഇതിൽ കയറ്റുമതി മിച്ചമാണ് കൂടുതലായിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിനെയാണ് നമ്മൾ കയറ്റുമതി മിച്ചം എന്ന് പറയുന്നത്. കയറ്റുമതിയുടെ മൂല്യമാണ് കൂടുതലായിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിനെയാണ് നമ്മൾ കയറ്റുമതി മിച്ചം എന്ന് പറയുന്നത്. ആ എമൗണ്ടിനെയാണ് നമ്മൾ കയറ്റുമതി മിച്ചം എന്ന് പറയുന്നത്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഈ കയറ്റുമതി ഇറക്കുമതിയും മൂല്യങ്ങൾ തമ്മിലുള്ള ആ ഒരു വ്യത്യാസത്തെയാണ് കയറ്റുമതി മിച്ചം അല്ലെങ്കിൽ എക്സ്പോർട്ട് സർപ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലായി? എക്സ്പോർട്ട് സർപ്ലസ്. അത് ഇനി ഞാൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പം ഈ എക്സ്പോർട്ട് സർപ്ലസ് നമുക്ക് കിട്ടുന്ന ഈ കയറ്റുമതി മെച്ചം എന്തിനുപയോഗിച്ചിരുന്നു? It is used for financing British expenditure in India, including war expenses. ഇന്ത്യയിൽ കഴിഞ്ഞിരുന്ന ഈ ബ്രിട്ടീഷുകാരുടെ ചെലവിന് വേണ്ടിയിട്ടായിരുന്നു ഈ നമ്മുടെ എക്സ്പോർട്ട് സർപ്ലസ് ഉപയോഗിച്ചിരുന്നത്, കയറ്റുമതി മിച്ചം ഉപയോഗിച്ചിരുന്നത്. അതിൽ എന്തുകൂടെ ഉൾപ്പെട്ടിരുന്നു? അവരുടെ യുദ്ധ ചിലവുകളും ഉൾപ്പെട്ടിരുന്നു. അതാണ്
തേർഡ് ഫീച്ചർ എന്ന് പറയുന്നത്. അടുത്ത നാലാമത്തേന്ന് പറയുന്നത് ഇന്ത്യ ബിക്കം ആൻ എക്സ്പോർട്ടർ ഓഫ് പ്രൈമറി ഗുഡ്സ് ആൻഡ് ഇമ്പോർട്ടർ ഓഫ് മാനുഫാക്ചറിങ് ഗുഡ്സ്. ദിസ് റിസൾട്ടഡ് ഇൻ ദ ഡ്രെയിൻ ഓഫ് വെൽത്ത് ഫ്രം ഇന്ത്യ ടു ബ്രിട്ടൻ. അപ്പം നമ്മൾ നേരത്തെയുള്ള ഇതിലും ഫോറിൻ ട്രേഡിലും എല്ലാം പറഞ്ഞിരുന്നു ഇന്ത്യ ആരായി മാറി, പ്രൈമറി ഗുഡ്സിന്റെ എക്സ്പോർട്ടറായിട്ട് മാറിയെന്ന്. അതായത് അസംസ്കൃത വസ്തുക്കൾ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അതേപോലെ ഇമ്പോർട്ടറായിട്ട് മാറി മാനുഫാക്ചറിങ് ഗുഡ്സ്, അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫിനിഷ്ഡ് ഗുഡ്സിന്റെ അല്ലെങ്കിൽ നിർമ്മിത ഉൽപ്പന്നങ്ങളുടെ ഇമ്പോർട്ടറായിട്ടും ഇന്ത്യ മാറിയെന്ന് ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്തിന് കാരണമായി? ദിസ് റിസൾട്ടഡ് ഇൻ ദ ഡ്രെയിൻ ഓഫ് വെൽത്ത് ഫ്രം ഇന്ത്യ ടു ബ്രിട്ടൻ. ഇത് ഇന്ത്യയിൽ നിന്നും ബ്രിട്ടനിലേക്ക് സമ്പത്ത് ഒഴുക്കിന് കാരണമായി. നമ്മുടെ ഇന്ത്യയിലെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് പോകുവാൻ കാരണമായി തീർന്നു. അതാണ് ഡ്രെയിൻ ഓഫ് വെൽത്ത് മീൻസ് സമ്പത്തിന്റെ ഒഴുക്കിന് കാരണമായി തീർന്നു. ഇന്ത്യ ബിക്കം ആൻ എക്സ്പോർട്ടർ ഓഫ് പ്രൈമറി ഗുഡ്സ് ആൻഡ് ഇമ്പോർട്ടർ ഓഫ് മാനുഫാക്ചറിങ് ഗുഡ്സ്. ദിസ് റിസൾട്ടഡ് ഇൻ ദ ഡ്രെയിൻ ഓഫ് വെൽത്ത് ഫ്രം ഇന്ത്യ ടു ബ്രിട്ടൻ. അതാണ് ഫോർത്ത് പോയിന്റ്. ഇന്ത്യയിലെ പ്രൈമറി ഗുഡ്സ് കയറ്റുമതി ചെയ്യാനും അതുപോലെ അവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മുടെ ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്യാനും തുടങ്ങിയപ്പോൾ ഇന്ത്യയിൽ അത് എന്തിന് കാരണമായെന്നാണ് പറയുന്നത്? വെൽത്തിന്, ഡ്രെയിൻ ഓഫ് വെൽത്തിന് കാരണമായി. സമ്പത്തിന്റെ ഒഴുക്കിന് ഇന്ത്യയിൽ നിന്നും സമ്പത്ത് ബ്രിട്ടനിലേക്ക് ഒഴുകാനായിട്ട് കാരണമായി, അല്ലെങ്കിൽ പോകുവാനായിട്ട് നമ്മുടെ സമ്പത്ത് അങ്ങോട്ട് പോകുവാനായിട്ട് കാരണമായി തീർന്നു. ഇതാണ് ഈ 4 ഫീച്ചേഴ്സാണ്, സ്പെഷ്യൽ ഫീച്ചേഴ്സാണ് ഫോറിൻ ട്രേഡ്. ഇന്ത്യയിൽ കൊളോണിയൽ റൂൾ നിലനിന്നിരുന്ന സമയത്തുള്ള വിദേശി വ്യാപാരത്തിലെ ആ സവിശേഷതകളാണ്, പ്രത്യേകതകളാണ് ഈ 4 പോയിന്റ്സ് എന്ന് പറയുന്നത്. എന്താണ്? ഇന്ത്യയുടെ ട്രേഡ് വോളിയം കൂടി, അത് എന്തിന് കാരണമായി? എക്സ്പോർട്ട് സർപ്ലസിന് കാരണമായി, കയറ്റുമതി മിച്ചത്തിന് കാരണമായി. പക്ഷേ ഈ കയറ്റുമതി മിച്ചം എക്സ്പോർട്ട് സർപ്ലസ് ഇന്ത്യക്ക് ഒരു ബെനഫിറ്റും ഉണ്ടാക്കിയില്ല. അതുമാത്രമല്ല ഇന്ത്യൻ ഇക്കണോമിയെ അത് ഹാംഡായിട്ട് ദോഷകരമായിട്ട് ബാധിക്കാൻ തുടങ്ങി. ഇതെന്താണ്? സെവറൽ കമ്മോഡിറ്റീസിന് ഷോർട്ടേജിന് കാരണമായി. ക്രിയേറ്റഡ് ഷോർട്ടേജ് ഓഫ് സെവറൽ എസെൻഷ്യൽ കമ്മോഡിറ്റി. നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളുടെ നമുക്ക് ലഭ്യത ഇല്ലാതായി, അതിന് നമുക്ക് ഷോർട്ടേജ് അനുഭവപ്പെട്ടു, ക്ഷാമം അനുഭവപ്പെട്ടു. അതെന്തൊക്കെയായിരുന്നു? ഫുഡ് ഗ്രെയിൻസ്, കെറോസിൻസ്, അതേപോലെ ക്ലോത്ത്സ്, തുണിത്തരങ്ങളുടെയും ഭക്ഷ്യധാന്യങ്ങളുടെയും മണ്ണെണ്ണ തുടങ്ങിയവയ്ക്കൊക്കെ നമുക്ക് ക്ഷാമം അനുഭവപ്പെട്ടു. അതേപോലെ എക്സ്പോർട്ട് സർപ്ലസ്, അവരുടെ ഈ കയറ്റുമതി മിച്ചം അവരുടെ ചിലവുകൾക്ക്, ബ്രിട്ടീഷുകാർ അവരുടെ ചിലവുകൾക്ക് വേണ്ടിയാണ് ഉപയോഗിച്ചത്. അതിൽ അവരുടെ യുദ്ധ ചിലവുകൾ ഉൾപ്പെടെ അതിന് വേണ്ടിയിട്ടെല്ലാം ഈ എക്സ്പോർട്ട് സർപ്ലസ്, ഇന്ത്യയിൽ കിട്ടുന്ന കയറ്റുമതി മിച്ചം അവർ ഉപയോഗിച്ചു. അതുപോലെ ഇന്ത്യ ഒരു എക്സ്പോർട്ടറായി മാറി. പ്രൈമറി ഗുഡ്സ് അസംസ്കൃത വസ്തുക്കൾ എക്സ്പോർട്ട് ചെയ്യുന്ന, കയറ്റുമതി ചെയ്യുന്ന ഒരു എക്സ്പോർട്ടറായിട്ട് മാറുകയും അതേപോലെ അവരുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാനുഫാക്ചറിങ് ഗുഡ്സ്, അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇമ്പോർട്ട് ചെയ്യാനും തുടങ്ങി. ഇത് ഇന്ത്യയിൽ നിന്നും ബ്രിട്ടനിലേക്ക് സമ്പത്ത് ഒഴുകുവാൻ, ഡ്രെയിൻ ഓഫ് വെൽത്തിന് കാരണമായി, സമ്പത്ത് അങ്ങോട്ട് ഒഴുകുവാനുള്ള കാരണമായി, സമ്പത്ത് അങ്ങോട്ട് പോകാനുള്ള കാരണമായി തീർന്നു. ഇത്രയുമാണ് ഈ 4 ഫീച്ചേഴ്സിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഫോറിൻ ട്രേഡ് പഠിച്ചു. അതിന് മുമ്പ് ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ ഇമ്പാക്ട്സ്, ബാക്കി പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് ഫോറിൻ ട്രേഡ് എന്താണെന്ന് പഠിച്ചു. പിന്നെ അതിൻ്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ്, സ്പെഷ്യൽ ഫീച്ചേഴ്സാണ് നമ്മളിപ്പം 4 പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.